ഇതെൻ്റെ ഫസ്റ്റ് മൂവി എക്സ്പീരിയൻസ് ആണ്. അതിനൊരു ക്യാരക്ടറോട് തന്നെയാണ് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ അനുഭവമാണ്. പക്ഷേ അല്ലാണ്ടൊരു എന്നുള്ളതാണെങ്കിൽ ഭയങ്കര ഒരു വേറിട്ടൊരു അനുഭവമാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണമെന്ന് തന്നെയാണ് പറയുന്നത്. ഈ ക്ലൈമാക്സ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഭയങ്കര ട്വിസ്റ്റാണ്. ട്വിസ്റ്റുകളോടെ ഒരു നീണ്ട നിരയാണ് ഈ മൂവിയിൽ. അപ്പോൾ കുരുക്ക് എന്ന് പറഞ്ഞ മൂവി മസ്റ്റായിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ ഒരു വലിയൊരു എഫേർട്ടാണ് ഇന്ന് റിലീസായത്. അപ്പം എല്ലാവരും ഒന്നിച്ച് ഞങ്ങളെല്ലാവരും എഫേർട്ടിട്ട് എല്ലാവരും ഒന്നിച്ചെന്നാണ് മൂവി കണ്ടത്. അതിലൊരുപാട് സന്തോഷം. എല്ലാവർക്കും വരാൻ സാധിച്ചു. അപ്പോൾ അതും കണ്ടതിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് തോന്നി ഞങ്ങളുടെ ഇട്ട എഫേർട്ടിന് മൂവി വേർത്തിയാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. എല്ലാവരും വന്ന് തിയേറ്ററിൽ തന്നെ ഞങ്ങളുടെ സിനിമ കാണണം. നമ്മൾ ചെയ്ത നമ്മുടെ ഒരു ടീമിൻ്റെ ഫസ്റ്റ് പടമാണ്. അപ്പോൾ ഞാൻ ഡബ് ചെയ്യുന്ന സമയത്ത് മാത്രമേ എൻ്റെ ഈ കുരുക്കെന്ന് പറഞ്ഞ പടം കണ്ടിട്ടുള്ളൂ. പക്ഷേ റിവ്യൂവിന് പോയിട്ടില്ല. അപ്പോൾ ഞാനും ഇപ്പോഴാണ് പടം പൂർണ്ണമായിട്ട് കാണുന്നത്. നമ്മൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതിനെക്കാട്ടി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഒരു ചെറിയ പടം ആയതുകൊണ്ട് തന്നെ ഇത് പടം കണ്ടിറങ്ങുന്ന ഒരു മൗത്ത് പബ്ലിസിറ്റിയിലൂടെ മാത്രമേ ഈ പടം മുന്നോട്ട് പോകത്തുള്ളൂ. കാരണം കുഞ്ഞു പടമാണല്ലോ. പക്ഷേ നല്ല കഥയാണ്. നല്ല ത്രില്ലിംഗ് ആയിട്ട് തന്നെ പോയിട്ടുണ്ട്. അത് നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ പടം കണ്ട് സപ്പോർട്ട് ചെയ്യണം. കുരുക്കെന്നാണ് പടത്തിൻ്റെ പേര്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. അവകാശവാദങ്ങളൊന്നുമില്ല. ഒരു പ്രാവശ്യം എന്തായാലും എല്ലാവർക്കും ബോറടിക്കാതെ കാണാൻ പറ്റുന്നുള്ളത് 100% ഉറപ്പ്. അപ്പോൾ എല്ലാവരും കാണണം. ഇത് ചെറിയൊരു സിനിമയാണ്. അപ്പോൾ ഇത് എല്ലാവരും കണ്ട് ഇങ്ങനെ കൊള്ളാമെന്ന് ആൾക്കാർ പറഞ്ഞാൽ മാത്രമേ ഇത് മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കണ്ട് എല്ലാവരും കാണണം. കാണണം അത്. കാര്യം ഇത് നമ്മുടെ കുറച്ച് പേരുടെ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിൻ്റെ അവസ്ഥമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെയൊക്കെ എല്ലാവരും സപ്പോർട്ട് വേണം. എന്തായാലും എൻ്റർടൈൻമെൻറ്റാണ് പടം. കാര്യം നിങ്ങൾക്ക് ആ 2 മണിക്കൂർ എന്തായാലും വേസ്റ്റാണ്. ഇല്ല, നല്ല സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ വന്നിട്ട് പടം കാണാൻ നല്ല പടം. ഹായ്, ഞാൻ ശ്രീജിത്ത് ശ്രീകണ്ഠൻ. ഞാൻ ഇതിൽ SI അനിൽ അറിയിച്ച് എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ആളാണ്. പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഫുൾ മൂവി ഇപ്പോൾ കാണുന്നത്. ഇതിന് മുമ്പ് ഡബിങ്ങിനൊക്കെ വന്നപ്പോൾ ഇവിടെ ചെറിയ പോർഷൻസ് കണ്ടതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഓവറോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. മൂവി ആണെങ്കിലും സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണെങ്കിലും ഞാൻ പ്രതീക്ഷയിലൊക്കെ ഏകദേശം എന്തുകൊണ്ടും മുകളിലാണ്. ഇതിലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത് ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. നിങ്ങളും എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിപ്പിക്കുക. ഞങ്ങളുടെ ഈ സിനിമ വിജയിപ്പിക്കാം. താങ്ക് യു. അടിപൊളി, ഇഷ്ടമായി, നന്നായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. എങ്ങനെ മോളെങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? അഭിനയിച്ചിരിക്കുന്ന ഹസ്ബൻഡ് ഇവൻ്റെ ആദ്യത്തെ സിനിമയാണ്. എല്ലാം നല്ല ത്രില്ലായിട്ട് നല്ല കഥയൊക്കെയാണ്. നല്ല സസ്പെൻസ് ത്രില്ലറാണ്. ഫാമിലിയുടെ കൂടെ കാണാനുള്ള ഒരു സിനിമയാണ്. എല്ലാവരും പടം പോയി കാണണം. നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. വിചാരിച്ചതിനെക്കാട്ടും നല്ല രീതിയിൽ സിനിമ വന്നിട്ടുണ്ടോ. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടും ചെയ്തിരിക്കുന്നത് ഞാനാണ്. താങ്ക് യു സോ മച്ച്. ബാക്കി ആൾക്കാർ പറയുന്നതായിരിക്കും. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഈ സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് നിങ്ങൾ കാണണമെന്നാണ്. ഒരു ചെറിയ സിനിമയാണ്. നിങ്ങളെല്ലാവരും കൂടെ വിചാരിച്ചാൽ മാത്രമേ ഇതൊരു നല്ല വിജയമാക്കി എനിക്കെല്ലാം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഞാനിതിൻ്റെ അകത്തൊരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ജാസ് ചേട്ടൻ പാടിയ പാട്ട് റാപ്പ് എഴുതിയിരിക്കുന്നത് ഞാനാണ്. ഓക്കെ, അപ്പം എല്ലാവരോടും ഒരു റിക്വസ്റ്റേ ഉള്ളൂ, എല്ലാവരും സിനിമ വന്ന് കാണണം. താങ്ക് യു. എല്ലാം പടമാണ്. നല്ലൊരു ക്രൈം ത്രില്ലറാണ്. ഉറപ്പായിട്ടും എല്ലാവരും കാണണം. ശരിക്കും ഫസ്റ്റ് ഹാഫ് വരെ നമ്മൾ വിചാരിക്കുന്നത് ആരാണ് എന്താണ് ഇതിലെ സംഭവം എന്നുള്ളത് നമുക്ക് ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ട് എടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ കണ്ടു നോക്കണം. എല്ലാവരെയും അഭിപ്രായമാണ്. ഒരുപാട് ആൾക്കാർ ചേർന്ന്, പുതിയ പുതിയ ആൾക്കാർ, നല്ല കഴിവുള്ള ആൾക്കാർ ചേർന്നെടുത്ത ഒരു പടമാണ്. സോ നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് വിജയിപ്പിക്കണമെന്നാണ് ആഗ്രഹം. താങ്ക് യു. ഇതന്നെയാണ് പറയാനുള്ളത്. ഒരുപാട് എല്ലാവരും അപ്കമിങ് ആർട്ടിസ്റ്റാണ്, മേക്കേഴ്സാണ്. അപ്പോൾ എല്ലാവരും ആർട്ടിസ്റ്റ് ബേസ്ഡ് ആയിരുന്നില്ല എന്ന് പറഞ്ഞ് കുറേ പടങ്ങൾ അങ്ങനെ ആരും അറിയാതെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു സ്ക്രിപ്റ്റാണ്, ഒരു ക്രൈം ത്രില്ലറാണ്. എല്ലാവരും വന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. അടിപൊളി എൻഡ് ക്ലൈമാക്സ് ഒക്കെയാണ്. ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ നല്ലൊരു ത്രില്ലറാണ്. മാക്സിമം എല്ലാവരും വന്ന് എല്ലാവരും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. എക്സ്പീരിയൻസ് പറഞ്ഞോളൂ. സൂപ്പറാണ് പടം, അടിപൊളിയാണ്. എന്തായാലും കണ്ടിരിക്കണം. ഏറ്റെടുത്ത് പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷം. വളരെ ആയിട്ടുള്ള സസ്പെൻസ് മൂവിയാണ്. ത്രില്ലർ ജോണറിൽ നല്ല ഓഡിയൻസ് ഉണ്ട്. അവർ തീർച്ചയായിട്ടും ഏറ്റെടുക്കുന്ന എനിക്ക് വിശ്വാസമാണ്. താങ്ക് യു.
എങ്ങനെയുണ്ടായിരുന്നു അഭിനയിച്ചവരൊക്കെ എങ്ങനെയാണ് കണ്ടപ്പോൾ തിയേറ്ററിൽ വന്ന് കണ്ടപ്പോൾ? സോറി മനസ്സിലായില്ല. സ്വന്തമായിട്ട് അഭിനയിച്ചത് മാസ്ക് ഒന്നും മാറ്റിയിട്ടില്ല. ഇല്ല അഭിനയിച്ചില്ലേ ഇത് അഭിനയിച്ചത് എങ്ങനെയുണ്ട്? അഭിനയിച്ച് വളരെ കോൺഫിഡൻ്റ് ആണ്, ഹാപ്പിയാണ് എല്ലാവരും ഓൾ ടുഗദർ. കാരണം നമ്മളെല്ലാവരും താരതമ്യേന പുതിയ ആളുകളാണ്, എസ്റ്റാബ്ലിഷ്ഡ് ആവാത്ത നമ്മൾ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ഒരു ജെല്ലായിരുന്നു, ഒരു ഗിവ് ആൻഡ് ടേക്ക് പോലെയായിരുന്നു. എല്ലാവരും അത്യാവശ്യം നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടേഴ്സിന് ജസ്റ്റിഫൈഡ് ആണ്. നിങ്ങൾ കണ്ടിരുന്നു സിനിമ കണ്ടിരുന്നു? സിനിമ കണ്ടിട്ട് ഇൻ്റർവ്യൂ എടുക്കാൻ പാടില്ല. ഓക്കെ, താങ്ക് യു.